ഗൈസ്, അപ്പോൾ ഒരു കുട്ടി മിനി വ്ലോഗാണ്. അപ്പം ഞാൻ രാവിലെ കുളിച്ചൊരുങ്ങി റെഡി ആയിട്ട് നേരെ കളത്തിലമ്പലത്തിലോട്ട് ചെന്നപ്പോൾ അച്ഛൻ തൊഴുതിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുമായിരുന്നു. അങ്ങനെ അച്ഛനായിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ തിരിച്ച് അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്കിന് അമ്പലത്തിൽ പൂജയ്ക്ക് കയറി. അങ്ങനെ പൂജയൊക്കെ കണ്ടു തൊഴുത് ചന്ദനം വാങ്ങിച്ച് വെളിയിലിറങ്ങി. ഇനി നമ്മൾ കുറക്കാവിലോട്ടാണ് പോകുന്നത്. അപ്പോഴത്തേക്ക് അനിയത്തിയും വന്നായിരുന്നു കുറക്കാവിൽ പോകാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് പറ ഇറങ്ങുന്ന ദിവസമാണ് ഇത്. ഒത്തിരി ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്. അപ്പോൾ എഡിറ്റ് ചെയ്തിടാൻ ഞാൻ മടിച്ചിരുന്നതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത്. അങ്ങനെ കുറക്കാവിൽ ചെന്ന് വെറ്റയൊക്കെ വാങ്ങിച്ചു പറത്തി. അതിനുശേഷം ഒരു വലത്തിട്ട് തൊഴുതപ്പോഴത്തേക്കിന് പറക്കിറങ്ങാൻ സമയമായിരുന്നു. അങ്ങനെ കൈനീട്ടപ്പുറ തൊട്ടടുത്തുള്ള വീട്ടിലാണ്. അപ്പോൾ അവിടെ വെച്ചാണ് പറക്കാർക്കുള്ള രാവിലത്തെ കാപ്പിയും. അങ്ങനെ ഞങ്ങളും വെളിയിൽ നിന്ന് തൊഴുതിട്ട് നേരെ ആ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. തൊട്ടടുത്താണ്, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അവിടെ ചെന്നപ്പോഴത്തേക്കിന് രാവിലത്തെ കാപ്പി അവിടെ ചപ്പാത്തി, ഉള്ളിക്കറി, ഉഴുന്നുവട, ചായ, പഴമായിരുന്നു. അപ്പോൾ ചായ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് തീർന്നു പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വല്യമ്മച്ചിയുടെ അങ്ങോട്ട് പോയി, ദേവൂട്ടൻ്റെ എടുക്കലോട്ട്. അവൾ വന്നില്ല കേട്ടോ. അങ്ങനെ ഇത് വൃശ്ചികത്തിന് വാങ്ങിച്ച സാധനമാണ്. ഇത് വെച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് എൻ്റെ കൂടെ കളിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇനി ഒച്ചറ അമ്പലത്തിലോട്ട് പോവുകയാണ്. അത് ഞങ്ങൾ മഹാലക്ഷ്മി അമ്പലത്തിലും ധർമ്മശാസ്താവിൻ്റെ അവിടെയും തൊഴാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ രാത്രി 8-9 മണിക്ക് പോകുമ്പോഴത്തേക്കിന് ആ അമ്പലം രണ്ടും അടയ്ക്കും. അപ്പം ഞങ്ങൾക്ക് തൊഴാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. മിക്ക ദിവസവും അടച്ചിട്ട് അമ്പലത്തിന് വെളിയിൽ നിന്നായിരിക്കും തൊഴുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഉച്ചയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇരുന്നത്. സംഭവം ഞാൻ കുറക്കാവിൽ നിന്ന് വന്നപ്പോൾ തന്നെ ലേറ്റായി. അപ്പോഴത്തേക്കിന് ചേച്ചി ചൂടായിട്ടാണ് എന്നെ വിളിച്ചുകൊണ്ട് വന്നത്. പിന്നെ തൊട്ടപ്പുറത്തൊരു സത്രം പോലൊരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ പോയി ആ കുടിലിൽ നിന്ന് ചോറും കഴിച്ചു. ദേവുട്ടനാണെങ്കിൽ ചോറ് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അവൻ എരിവില്ലാത്ത കൂട്ടാനായതുകൊണ്ട് അത്യാവശ്യം ചോറ് കുറച്ചൊക്കെ കഴിച്ചു. അപ്പോൾ അടുത്ത് നല്ലൊരു അമ്മയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ചോറൊക്കെ വിളമ്പി തന്നെ. അപ്പോൾ ഇതാണ് വീഡിയോ.